നമസ്കാരം. തമിഴ്നാടിൻ്റെ ആത്മീയ ഹൃദയമായ മധുരയിലെ തിരുപ്പറം കുണ്ട്രം ഇപ്പോൾ ഒരു വെറും പുണ്യഭൂമി മാത്രമല്ലത്, മറിച്ച് നീതിക്കും വിശ്വാസത്തിനും വേണ്ടിയുള്ള പോരാട്ട ഭൂമി കൂടിയാണ്. വരാനിരിക്കുന്ന മാർച്ചിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് കേവലം ഒരു ഔദ്യോഗിക സന്ദർശനം മാത്രമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയ നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങളെ ചവിട്ടിമെതിച്ച DMK സർക്കാരിനുള്ള ശക്തമായ മറുപടി കൂടിയാണ്. തമിഴ് ജനതയുടെ കുലദൈവമായ മുരുകൻ്റെ സന്നിധിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ തിരുപ്പറം കുണ്ട്രം മലമുകളിൽ കാർത്തിക ദീപം തെളിയുന്നത് തടഞ്ഞവർക്ക് കാലം കാത്തുവെച്ച കാവ്യ നീതിയാണിത്. എന്താണ് തിരുപ്പറം കുണ്ട്രത്തെ വിവാദം? നമുക്കൊന്ന് നോക്കിയാലോ. തിരുപ്പറം കുണ്ട്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ ആറുപടൈ വീടുകളിൽ ഒന്നാമത്തേതാണ്. ഈ ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ മുകളിൽ നൂറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ മലമുകളിൽ ഒരു ദർഗ നിലനിന്നിരുന്നു എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ചു നാളായി അവിടെ ദീപം തെളിയിക്കാൻ തമിഴ്നാട് സർക്കാർ അനുമതി നൽകുന്നില്ല. മുസ്ലിം വികാരം വ്രണപ്പെടുമെന്ന വിചിത്രമായ വാദമാണ് സ്റ്റാലിൻ സർക്കാർ ഇതിനായി നിരത്തുന്നത്. എന്നാൽ സത്യം അതല്ല. ആ ഭൂമി ക്ഷേത്രത്തിൻ്റെതാണ്. അവിടെ കാലങ്ങളായി ദീപം തെളിഞ്ഞുകൊണ്ടിരുന്നതാണ്. ശബരിമലയിൽ വാവരുസ്വാമി നടയും അയ്യപ്പ ദർശനവും ഒരേപോലെ ആദരിക്കുന്നത് നാം കാണുന്നു. കർപ്പൂരം കത്തിക്കുന്നത് അവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എങ്കിൽ തിരുപ്പറം കുണ്ട്രം മാത്രം എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ വികാരം ഹനിക്കപ്പെടുന്നു? ഇത് ബോധപൂർവം ഹിന്ദുക്കളെ ദ്രോഹിക്കാനും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടൊരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനുമുള്ള DMK സർക്കാരിൻ്റെ ഗൂഢാലോചനയാണ്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിച്ചിട്ടും അത് നടപ്പിലാക്കാൻ സ്റ്റാലിൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. വിശ്വാസികളെയും ഭരണകൂടത്തെയും തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. ഭക്തർക്ക് നീതി ഉറപ്പാക്കേണ്ട സർക്കാർ തന്നെ അവർക്ക് തടസ്സമായി നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ നിസ്സഹായരാകുന്നു. ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നായകൻ്റെ പ്രസക്തി. കോടതി പോലും കൈവിട്ട അവസ്ഥയിൽ ജനങ്ങളുടെ മനസാക്ഷിക്കൊപ്പം നിൽക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു. ഇത് തമിഴ്നാട്ടിലെ ഓരോ ഹിന്ദു കുടുംബത്തിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നരേന്ദ്രമോദി തമിഴ്നാടിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് ലോകം കണ്ടതാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ തമിഴ് പാരമ്പര്യത്തിൻ്റെ അടയാളമായ ചെങ്കോൽ സ്ഥാപിച്ചതിലൂടെ അദ്ദേഹം തമിഴ് പെരുമയെ വാനോളം ഉയർത്തി. കാശി തമിഴ് സംഗമത്തിലൂടെ ഉത്തര ഭാരതവും ദക്ഷിണ ഭാരതവും തമ്മിലുള്ള ആത്മീയ പാലമായി അദ്ദേഹം മാറി. മധുര മീനാക്ഷി അമ്മയെയും രാമേശ്വരത്തെ രാമനാഥ സ്വാമിയെയും വണങ്ങി ഇപ്പോൾ മുരുകൻ്റെ പാദത്തിലേക്ക് എത്തുന്ന മോദി തമിഴ് ജനതയുടെ ഹൃദയത്തിലേക്കാണ് നടന്നു കയറുന്നത്. തമിഴൻ്റെ ആത്മവീര്യത്തെയും വിശ്വാസത്തെയും തെളിച്ചു കാണിക്കുന്ന മുരുകൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹം എത്തുമ്പോൾ അത് അനീതി നേരിട്ട ഓരോ ഭക്തനുമുള്ള ഐക്യദാർഢ്യമാണ്. 2026 ആദ്യ പകുതിയിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദിയുടെ ഈ സന്ദർശനം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഹിന്ദുക്കളുടെ വികാരത്തെ വോട്ട് ബാങ്കിന് വേണ്ടി ബലി കഴിക്കുന്നവർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുന്ന കാലം അതിദൂരമല്ല. കോൺഗ്രസ് കാലം മുതൽ തുടരുന്ന ഹിന്ദു വിരുദ്ധ പ്രീണന രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് തമിഴ് മക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഗാന്ധിജിയുടെ കാലത്ത് നിലനിന്നിരുന്ന മൂല്യങ്ങളിൽ നിന്ന് മാറി കോൺഗ്രസ് പണ്ട് ചെയ്ത അതേ തെറ്റുകളാണ് ഇന്ന് സ്റ്റാലിനും ആവർത്തിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് മോദിയുടെ വരവിലൂടെ സഫലമാകുന്നത്. തിരുപ്പറം കുണ്ട്രത്തെ മണ്ണിൽ മോദി ചവിട്ടുമ്പോൾ അത് അനീതിയുടെ കോട്ടകൾ തകർക്കാനുള്ള മുന്നറിയിപ്പായി മാറും. വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും അത് ആരുടെയും ഔദാര്യമല്ലെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദി എന്ന കാവലാൾ കൂടെയുള്ളപ്പോൾ തിരുപ്പറം കുണ്ട്രത്തിൻ്റെ മലമുകളിൽ വീണ്ടും ആ മംഗളദീപം തെളിയുമെന്നത് ഉറപ്പാണ്. മധുരയിലെ ഭക്തലക്ഷങ്ങൾക്കൊപ്പം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ നിമിഷത്തിനാണ്. മുരുകഭക്തിയുടെ തിരമാലകളിൽ സ്റ്റാലിൻ്റെ വർഗീയ രാഷ്ട്രീയം തകർന്നടിയുന്ന കാഴ്ചയാകും ഇനി തമിഴ്നാട് കാണാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.